EMSന്റെ ലോകം എന്ന 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ തിരൂരിൽ വന്ന് പങ്കെടുക്കുന്നത്. EMSുമായിട്ട് എൻ്റെ പരിചയം ചെറുപ്പത്തിൽ ഏകദേശം 10 വയസ്സ് മാത്രം ഉള്ളപ്പോൾ സ്വന്തം നാട് കരിവള്ളൂരിനടുത്ത് വെള്ളൂരിൽ ഒരു വായനശാല AKG വായനശാല ഉദ്ഘാടനം ചെയ്യാൻ EMS വന്നപ്പോൾ അച്ഛൻ്റെ ഒപ്പം അവിടെ പോയി കാണുകയുണ്ടായിരുന്നു. അതായിരുന്നു ആദ്യമായി EMSുമായിട്ടുള്ള ഒരു പരിചയം. പിന്നീട് 96-ൽ JNUവിൽ MAക്ക് പഠിക്കുമ്പോൾ PC ജോഷി മെമ്മോറിയൽ ലെക്ചർ അതിന് EMS ആയിരുന്നു സംസാരിക്കാൻ വന്നത്. അന്ന് EMSുമായിട്ട് സംസാരിക്കാനും കുറച്ച് നേരം നിരവധി വിഷയങ്ങളെ പറ്റി സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചു. പിന്നീട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ വോളണ്ടിയർ ആയിരിക്കുമ്പോഴും കാണാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. EMS മരണപ്പെട്ടപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിരവധി നേതാക്കൾ, എതിരാളികൾ ഉൾപ്പെടെ വന്ന് അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നിരുന്നു. അതിലൊരാൾ അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന BJPയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. വാജ്പേയി കണ്ടോലൻസ് രജിസ്റ്ററിൽ കുറിച്ചത് അനൂഠാ യോധ ഋഷി പരമ്പരാക്കെ സംവാഹക് എന്നാണ്. സമാനതകളില്ലാത്ത യോദ്ധാവ്, ഋഷി പരമ്പരയുടെ സംവാഹക് എന്ന് പറയുമ്പോൾ എല്ലാം ത്യജിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും ജീവൻ മുഴുവൻ പ്രവർത്തിച്ച ഒരാൾ എന്നത് എതിരാളിയായ ജീവിതം മുഴുവൻ വർഗീയ ശക്തികൾക്കെതിരെ പോരാടിയ EMSനെ പറ്റി അടൽ ബിഹാരി വാജ്പേയിക്ക് കുറിക്കേണ്ടി വന്നു. അന്ന് ഞാൻ അവിടെ റെഡ് വോളണ്ടിയർ ആയിട്ടുണ്ട്. അപ്പോൾ EMSനെ പറ്റി സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഓഫ് കേരള, അടിത്തറ പാകിയ ഒരാളാണ് EMS എന്ന് ഇതിന് മുമ്പത്തെ സെഷനിൽ നിരവധി ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച് അവരെ സംഘടിപ്പിച്ച് ഒരു പുതിയ ലോകം, ചൂഷണമില്ലാത്ത ഒരു ലോകത്തിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, മാർക്സിസം ലെനിനിസത്തെ നിലനിർത്തിക്കൊണ്ട് ഈ ദിശയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മാത്രമല്ല, സാമ്രാജ്യത്വത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയും വലിയ സമരങ്ങൾ നയിച്ചുകൊണ്ട് 1957 ആദ്യത്തെ സർക്കാരിനെ നയിച്ച സഖാവ്, അന്ന് കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് നിരവധി മേഖലകളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അതിന്നും ഈ കേരള ലോകം അറിയുന്ന ഒരു മോഡൽ ആയി മാറിയതിൽ വലിയ പങ്കാണ് EMSനുണ്ടായിട്ടുള്ളത്.